നമസ്കാരം. കേരളത്തിലെ മാറി മാറി വരുന്ന മുന്നണി ഭരണങ്ങളിൽ അവഗണിക്കപ്പെട്ടു പോകുന്ന ഒരു മഹാഭൂരിപക്ഷമുണ്ട്. സാമൂഹ്യ നീതിയും സമത്വവും നിഷേധിക്കപ്പെട്ട അത്തരം ജീവിതങ്ങൾ തേടിയുള്ള ഒരു യാത്രയാണിത്. ഇത് കോഴിക്കോട് ജില്ലയുടെ കാഴ്ചകളാണ്. ഈ കാഴ്ചകൾക്കൊടുവിൽ നീതി നിഷേധങ്ങളെ വിലയിരുത്തേണ്ടതും നമ്മളാണ്. വടക്കൻ കേരളത്തിന്റെ മധ്യഭാഗത്തായി സ്ഥാനം പിടിച്ചിട്ടുള്ള ജില്ലയാണ് കോഴിക്കോട്. വാസ്കോഡിഗാമ കപ്പലിറങ്ങിയ കാപ്പാട് കടൽ തീരം കോഴിക്കോട് ജില്ലയുടെ പെരുമകളിൽ ഒന്നാണ്. പണ്ടുകാലത്ത് കേരളത്തിലെ തന്നെ പ്രധാന തുറമുഖങ്ങളിൽ ഒന്നായി കോഴിക്കോട് നിലനിന്നിരുന്നതായാണ് ചരിത്രരേഖകൾ പറയുന്നത്. സാമൂഹികവും സാംസ്കാരികവും ചരിത്രപരവുമായ ഉന്നതിയുള്ള കോഴിക്കോട് ജില്ലയ്ക്ക് സാക്ഷരതാ നിരക്കിൽ 6ാം സ്ഥാനമാണ് ഉള്ളത്. സാമൂഹികമായ മാറ്റങ്ങളെ വളരെ വേഗം ഉൾക്കൊള്ളുന്ന കോഴിക്കോട് ജില്ലയിൽ വ്യത്യസ്തരായ നിരവധി ജനവിഭാഗങ്ങൾ ഇപ്പോഴും സാമൂഹിക ഉച്ചനീചത്വങ്ങളോട് പൊരുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാമൂഹിക പരിസരത്തു നിന്നും ആട്ടിയകറ്റപ്പെട്ട ഇത്തരം വിഭാഗങ്ങൾ മിക്കപ്പോഴും വോട്ടു രാഷ്ട്രീയത്തിന്റെ ഇരകളാകുന്ന ദയനീയ ചിത്രവും നമുക്ക് കാണാൻ കഴിയും. ജാതീയമായ ഉച്ചനീചത്വങ്ങളുടെ തുടർച്ച ഈ പുതിയ കാലത്തിലും അനുഭവിക്കുന്ന പേരാമ്പ്രയിലെ ചേർമല സാംബവ കോളനി ഇതിന് ഉദാഹരണമാണ്. ഇവിടുത്തെ കുട്ടികളോട് അയിത്തമനോഭാവത്തോടെ പേരാമ്പ്ര സ്കൂൾ അധികൃതർ പെരുമാറിയതോടെയാണ് ദുരിതങ്ങളുടെ ഈ ദ്വീപ് മാധ്യമശ്രദ്ധ നേടിയത്. അയിത്തമനോഭാവം കേവലം കുട്ടികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ലെന്ന് തട്ടുതട്ടായി കിടക്കുന്ന ഈ കോളനിയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും. ജീവിത നിലവാരം അല്പം പോലും ഉയർത്താനാകാതെ കിടക്കുന്ന ഈ കോളനിയോട് കൂടുതൽ അയിത്തം കാണിക്കുന്നത് മാറി മാറി ഭരണത്തിൽ വരുന്ന മുന്നണികളാണ്. 30ഓളം സാംബവ കുടുംബങ്ങളാണ് ഈ കോളനിയിൽ താമസിക്കുന്നത്. 8ഉം 9ഉം സെന്റ് ഭൂമി വീതം കൈവശമുള്ള ഇവരിൽ പലർക്കും ഇതുവരെ പട്ടയവും ലഭിച്ചിട്ടില്ല. ഈ സാംബവ കോളനിയിലേക്കുള്ള വഴികൾ പോലെ തന്നെ ദുരിതപൂർണമാണ് ഇവിടെയുള്ളവരുടെ ജീവിതവും. വിവിധ മുന്നണികളിലുള്ള ജനപ്രതിനിധികൾ നേരിട്ടെത്തി നിരവധി വാഗ്ദാനങ്ങൾ ഇവർക്ക് കാലാകാലങ്ങളിൽ മുടങ്ങാതെ നൽകാറുണ്ട്. വാഗ്ദാനങ്ങൾ മാത്രം കേട്ട് തഴമ്പിച്ച കർണങ്ങളുമായി ജീവിക്കുന്ന ഇവർക്ക് മാറി മാറി അധികാരത്തിൽ വരുന്ന രാഷ്ട്രീയ മുന്നണികളോടുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പല ആൾക്കാരും വന്നു പോയിട്ടുണ്ട്. പല ആൾക്കാരും വെച്ചാൽ മന്ത്രി, പിന്നെ കളക്ടർ, MP എല്ലാം വന്നു പോയിട്ടുണ്ട്. ആ വന്നു പോയ പോക്കിൽ ഇങ്ങനെ പല വാഗ്ദാനങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. ആദ്യമായിട്ട് ഞങ്ങൾ നടപ്പാതയെ പറ്റിയാണ് പറഞ്ഞത്. പിന്നെ റോഡ്, പിന്നെ വീടുകൾ ഇതെല്ലാം റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് പോയിക്കേയുള്ളൂ. ഇപ്പോൾ 5 മാസം ആയി. 5 മാസം കഴിയാറായി വന്നു പോയിട്ട്. ഇതുവരെ അതിനെപ്പറ്റി യാതൊരു മറുപടിയും വന്നിട്ടില്ല. ഞങ്ങൾക്കൊരു തീരുമാനവും കിട്ടിയില്ല. കുട്ടയും മുറവുമൊക്കെ നിർമ്മിച്ച് വിൽക്കുന്ന പരമ്പരാഗത തൊഴിലിൽ ഊന്നിയാണ് ഇവിടെയുള്ള വലിയൊരു വിഭാഗം നിത്യവൃത്തി നടത്തുന്നത്. പരമ്പരാഗത തൊഴിലിനാവശ്യമായ ഈറ്റയുടെ ലഭ്യത കുറവും വിലയിലുള്ള ഏറ്റക്കുറച്ചിലും മറ്റു തൊഴിലുകൾ തേടിപ്പോകാൻ അടുത്ത കാലത്ത് ഇവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇടനിലക്കാർ ലാഭമുണ്ടാക്കുകയും അധ്വാനത്തിനനുസൃതമായ വരുമാനം ഇവർക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നത് തുടർന്നാൽ ഈ പരമ്പരാഗത തൊഴിൽ തന്നെ ഇവർക്ക് ഉപേക്ഷിക്കേണ്ടി വരും. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നതിന് വർക്കിംഗ് ഷെഡ് നിർമ്മിച്ചു നൽകാമെന്ന വാഗ്ദാനം പോലും സർക്കാരിന് ഇതുവരെ പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. പറഞ്ഞു വന്നാൽ വർക്കിംഗ് ഷെഡിന്റെ കാര്യത്തിൽ മാത്രമല്ല, വഴിയുടെ കാര്യത്തിലും പട്ടയത്തിന്റെ കാര്യത്തിലും ചികിത്സാ സഹായങ്ങളുടെ കാര്യത്തിലും സർക്കാർ ഈ സാംബവ കോളനിയോട് അയിത്ത മനോഭാവമാണ് വെച്ചു പുലർത്തുന്നത്. 5 വയസ്സുകാരിയായ യമുന എന്ന ഈ കുട്ടി ജനിച്ചപ്പോൾ മുതൽ ഇങ്ങനെയാണ്. VV ചന്ദ്രന്റെയും സുജാതയുടെയും മകളായ ഈ കുട്ടിയുടെ സ്ഥിതി മന്ത്രി നേരിട്ടെത്തി കണ്ടറിഞ്ഞതാണ്. അസുഖം വന്നതിന് ശേഷം പിന്നെ മഞ്ഞപ്പിത്തം തലച്ചോറ് കയറി അങ്ങനെയാണെന്ന് ഡോക്ടർമാർ പറഞ്ഞ ശേഷം പിന്നെ രക്തത്തിലായിരുന്നു മഞ്ഞപ്പിത്തം. ഞങ്ങളത് അറിയാണ്ട് നിന്ന് അങ്ങനെ പ്രസവിച്ച് 4ാമത്തെ ദിവസം മുതൽ അങ്ങനെ കൂടുതലായി. പിന്നെ മെഡിക്കൽ കോളേജിൽ പോയി ICUലായിരുന്നു. 1.5 മാസം വരെ ICU കിടന്ന്. പിന്നെ അവിടുന്ന് അങ്ങനെ പാല് കുടിയൊന്നുമില്ല. ICU തന്നെ ഗ്ലൂക്കോസും ഇഞ്ചക്ഷനും മാത്രം. പിന്നെ ഇങ്ങനെ മൂത്രം പോയിക്കൊണ്ടിരുന്നു. അതേ ജീവനുള്ളൂ എന്നുള്ളൊരു ഞങ്ങൾക്കൊരു അറിയിപ്പ് അത് മാത്രമായിരുന്നു. പിന്നെ ഡോക്ടർമാർ പറഞ്ഞത് പ്രതീക്ഷിക്കേണ്ട, രക്ഷപ്പെടുമെന്ന് ഞങ്ങൾ പറയുന്നില്ല, രക്ഷപ്പെടില്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല. പിന്നെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തെങ്കിലും അംഗവൈകല്യം സംഭവിക്കുന്നില്ല. കഴുത്ത് ഇതുവരെ ഉറച്ചില്ല. പിന്നെ നമുക്ക് ഒരു ഭക്ഷണം വെച്ചാൽ ചവച്ചരിച്ച് തിന്നാൻ പറ്റുന്ന ഒരു ഭക്ഷണം ചവച്ചരിച്ച് തിന്നാൻ പറ്റില്ല. പിന്നെ ഈ ലാക്ടോജനാണ് അസുഖം ബാധിച്ച ശേഷം ലാക്ടോജനാണ് കൊടുത്തത്. പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ അംഗൻവാടിയിൽ നിന്ന് അമൃതം പൊടി കിട്ടുന്നു. അത് തന്നെ 3 വയസ്സ് വരെ അമൃതം പൊടി കിട്ടുള്ളൂ.
അത് ഞാനെല്ലാം കൂടി പോയി പറഞ്ഞ് സൂപ്പർവൈസറെ കണ്ട് സൂപ്പർവൈസറോട് പറഞ്ഞ് പിന്നെ സൂപ്പർവൈസർ ഇപ്പോൾ ഇനി ഇവക്ക് കൊടുക്കാന്നുള്ളതായി. ഇപ്പോൾ ഇവക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതാണ് അവസ്ഥ. ഒരു ജോലിക്കോ അങ്ങനത്തെ ഒന്നിനും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. വളരെ പ്രാരാബ്ധമാണ്. പിന്നെ ഫിസിയോതെറാപ്പി ആഴ്ചയിൽ ഒരു പ്രാവശ്യം പോകും. ഇവിടുന്ന് പോയി വരാന്നുള്ളത് 250 റുപ്യ വേണം. ബസ്സിന് പോകാൻ സാധിക്കില്ല. ഇവിടുന്ന് താഴോട്ട് നടക്കാം. പിന്നെ അവിടുന്ന് ഓട്ടോ വിളിച്ച് അങ്ങോട്ട് മുള്ളങ്ങ സ്കൂളിലേക്ക്, പിന്നെ അവിടുന്ന് തിരിച്ച് ഇങ്ങനെ മുകളിൽ വരെ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ മന്ത്രി അനിൽകുമാർ സാറ് ഒരു 50,000 ഇങ്ങനെ വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു അറിയിപ്പ് ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. സാറ് പറഞ്ഞ എല്ലാ പേപ്പറും ഞങ്ങൾ കൊടുത്തതാണ്. പക്ഷെ ഇതിൻ്റെ അല്ലെങ്കിൽ പേപ്പർ കിട്ടിയോ അല്ലെങ്കിൽ അത് പാസ്സായിക്കെന്നുള്ള ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. പിന്നെ അംഗൻവാടി മുഖാന്തരം ഇവർക്ക് നോക്കുന്നതിനുള്ള ഒരു പൈസ അതിപ്പം കിട്ടുന്നുണ്ട്. അതേ നിലവിൽ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ഒന്നും നടക്കുകയില്ല. ഇപ്പം വെച്ചാൽ 3 മാസം വരെയായി ഫിസിയോതെറാപ്പി കൊണ്ടുപോകാതെ. പൈസ ഇല്ലാത്ത കാരണമാണ് കൊണ്ടുപോകാണ്ട് നിൽക്കുന്നത്. യമുനയുടെ സ്ഥിതിയിൽ നിന്നും വ്യത്യസ്തമല്ല 24-കാരിയായ ശ്രുതിയുടെ സ്ഥിതിയും. കൂലിപ്പണിക്കാരനായ കുഞ്ഞിക്കുട്ടിയുടെ മൂത്ത മകളായ ശ്രുതി ജന്മന ഇങ്ങനെയാണ്. അമ്മ തങ്കയുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ നരകതുല്യമായ ജീവിതമാണ് ഈ പെൺകുട്ടി നയിക്കുന്നത്. ഈ മകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല കുഞ്ഞിക്കുട്ടിയുടെ വേദനകൾ. കുഞ്ഞിക്കുട്ടിയുടെ 15 വയസ്സുള്ള ഏക മകൻ സുദർശൻ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയാണ്. പ്രായത്തിന്റെ ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ടാണ് കുഞ്ഞിക്കുട്ടി പ്രാരാബ്ധങ്ങൾ നിറഞ്ഞ ഈ കുടുംബത്തിനു വേണ്ടി കൂലിപ്പണിക്കിറങ്ങുന്നത്. ഏറെ ദുരിതം അനുഭവിക്കുന്ന ഈ 2 കുട്ടികൾക്കും 50,000 രൂപ വീതം ചികിത്സാ സഹായം വാഗ്ദാനം ചെയ്ത് മന്ത്രി AP അനിൽകുമാർ മടങ്ങിയിട്ട് 4 മാസത്തിലേറെയാവുന്നു. ചികിത്സാ സഹായത്തിനാവശ്യമായ എല്ലാ രേഖകളും ഹാജരാക്കി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ കുടുംബങ്ങളുടെ ഭാവി ചുവപ്പ് നാടയിൽ എവിടെയോ കുരുങ്ങിക്കിടപ്പുണ്ട്. പറയ സ്കൂൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്കൂളാണ് പേരാമ്പ്രയിലുള്ള ഈ വെൽഫെയർ സ്കൂൾ. എന്നേക്കുമായി എപ്പോൾ വേണമെങ്കിലും താഴുവീണേക്കാവുന്ന ഈ സ്കൂൾ അതിന്റെ അവസാന നാളുകളിലാണ്. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള ഈ സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കണക്കുകൾ നമ്മളെ ഞെട്ടിച്ചു കളയും. 12 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിലെ അധ്യാപകരും അനധ്യാപകരുമായവരുടെ എണ്ണം 6 വരും. വെൽഫെയർ സ്കൂളിലെ 12 വിദ്യാർത്ഥികളിൽ 11 പേരും പറയ സമുദായത്തിൽപ്പെട്ടവരാണ്. മറ്റു സമുദായത്തിൽപ്പെട്ടവരോ മതത്തിൽപ്പെട്ടവരോ ആയ കുട്ടികളെ നമുക്കിനി ഈ സ്കൂൾ വരാന്തകളിൽ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയും വേണ്ട. വരുന്ന അധ്യയന വർഷത്തിൽ 1-ാം ക്ലാസ് പ്രവേശനത്തിന് പ്രായമായ ഒറ്റ കുട്ടി പോലും ചേർമല കോളനിയിൽ ഇല്ല. ആദ്യമൊക്കെ ഞങ്ങളെല്ലാം പഠിച്ച സമയത്ത് എല്ലാ സമുദായത്തിൽപ്പെട്ട ആൾക്കാരും പിന്നെ പഠിച്ചിരുന്ന ഒരു സ്കൂളായിരുന്നു വെൽഫെയർ സ്കൂൾ. ഇപ്പം പിന്നെ ഞങ്ങൾ പറയ സമുദായത്തിലുള്ള കുട്ടികൾ മാത്രമേ ഉള്ളൂ. അതും പിന്നെ 12 കുട്ടികൾ മാത്രമേ ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത അധ്യയന വർഷത്തിലേക്ക് പിന്നെ 12 കുട്ടികളും ഉണ്ടാകുകയില്ല. ചിലപ്പോൾ ഒരു 4 or 3 അങ്ങനെ ഉണ്ടാവും. അതിലും പിന്നെ കൂടുതൽ ഉണ്ടാവണമെങ്കിൽ പിന്നെ ആൾക്കാർ പുറത്ത് സമുദായത്തിലുള്ള കുട്ടികളും കൂടി അവിടെ വന്ന് ചേർക്കണമെന്നാണ് പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഈ സ്കൂൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അങ്ങനെ ഇല്ലാണ്ട് ഇവിടെ ഇത് നിലവിൽ ഉണ്ടാകില്ല. ഒരു സമുദായത്തോട് സമൂഹം മുഴുവൻ വിവേചനത്തോടെ പെരുമാറുന്നത് ഈ പുതിയ കാലത്താണെന്നത് വലിയൊരു വിരോധാഭാസമാണ്. പുരോഗമന ആശയങ്ങൾ പ്രസംഗിക്കുമ്പോഴും മനസ്സിനുള്ളിൽ ജാതീയ വിവേചനം വെച്ച് പുലർത്തുന്ന ഒരു സമൂഹം ശക്തി പ്രാപിക്കുന്നത് അവഗണിക്കപ്പെടുന്നവന് ഉറച്ച പ്രതിരോധങ്ങളില്ലാത്തതുകൊണ്ടാണെന്ന സത്യം നാം തിരിച്ചറിയണം. ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കും അപ്പുറം മനുഷ്യനെ സമഭാവനയോടെ കാണുന്ന വേറിട്ട വ്യക്തിത്വത്തിന് ഉടമയാണ് ശ്രീ മുരളീധര ആചാര്യ. ഗൗഡ സാരസ്വത ബ്രാഹ്മൺ വിഭാഗത്തിൽപ്പെട്ട ഇദ്ദേഹം കോഴിക്കോടുള്ള കാശിമഠത്തിന്റെ മാനേജരും പൂജാരിയുമാണ്. ഇവിടുത്തെ പൂജയ്ക്ക് പുറമെ ഇദ്ദേഹം നഗരത്തിൽ ഒരു തട്ടുദോശക്കടയും നടത്തുന്നുണ്ട്. 2002 മുരളീധര ആചാര്യ കാശിമഠത്തിന്റെ ചുമതല ഏറ്റെടുത്ത് കോഴിക്കോട് നഗരത്തിൽ എത്തുന്നത്. അതുവരെ ഗൗഡ സാരസ്വത ബ്രാഹ്മൺ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് ഈ അമ്പലത്തിൽ പ്രാർത്ഥനയ്ക്കായി എത്തിക്കൊണ്ടിരുന്നത്. ഹിന്ദുമത വിശ്വാസികളായ എല്ലാ സമുദായത്തിൽപ്പെട്ടവർക്കും ഈ അമ്പലത്തിൽ പ്രവേശിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള സാഹചര്യം സൃഷ്ടിച്ചെടുത്തത് മുരളീധര ആചാര്യയാണ്. ഞാൻ
ഞാൻ 2002 കോഴിക്കോട് എത്തുന്നതും കാശിമഠത്തിൻ്റെ മാനേജരും പൂജാരിയായിട്ട് ചാർജ് എടുക്കുന്നതും. 2002 മുമ്പ് വരെ ഈ മഠത്തിൽ സമുദായങ്ങൾക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വന്ന് ചാർജ് എടുത്തതിന് ശേഷം ഹിന്ദുമത വിശ്വാസികളായ ഏത് ഹിന്ദുക്കളെയും നമ്മുടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും പ്രാർത്ഥിക്കാനും എല്ലാ സൗകര്യങ്ങളും ഞാനിവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നാനാജാതി മതസ്ഥർക്കായി രുചിയുടെ വകഭേദങ്ങൾ ഒരുക്കുമ്പോഴും മുരളീധര ആചാര്യ അനുഭവിച്ചറിയുന്നത് വലിയൊരു ചാരിതാർത്ഥ്യമാണ്. ഈ വിജയദശമി നാളിലാണ് ഞാനൊരു തട്ടുകട, വർണ്ണപൂർണ്ണ തട്ടുദോശ എന്ന തട്ടുകട തുടങ്ങുകയും ഫുള്ളി പ്യുവർ വെജിറ്റേറിയൻ ഭക്ഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഏതൊരാൾക്കും വന്ന് രുചികരമായ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഞാനിവിടെ ഒരുക്കിയിട്ടുണ്ട്. സവർണനെന്നോ അവർണനെന്നോ വ്യത്യാസമില്ലാതെ മഹാഭൂരിപക്ഷം വലിയൊരു ശക്തിയായി മാറുന്നതാണ് മുരളീധര ആചാര്യയുടെ വലിയൊരു സ്വപ്നം. ഭരണവർഗത്തിന്റെ അളവുകോലുകളിൽ സാമൂഹ്യ നീതി നിഷേധിക്കപ്പെടുന്നവരുടെ കൂട്ടായ്മ സമത്വത്തിനു വേണ്ടിയുള്ള പുതിയൊരു മുന്നേറ്റത്തിന് തുടക്കമായി തീരട്ടെ എന്ന് നമുക്കും ആശ്വസിക്കാം. കേരളത്തിൽ പുതിയ ചരിത്രം തുടങ്ങുകയായി. പരസ്പരം താങ്ങാകാനും തണലാകാനും നായാടി മുതൽ നമ്പൂതിരി വരെ കൈകോർക്കുന്ന സമത്വ മുന്നേറ്റ യാത്ര. നവകേരള നിർമ്മാണത്തിനായി നിങ്ങളും അണിചേരൂ ഞങ്ങൾ.